വിഷുവായിട്ട് നല്ല കടയുണ്ട് ഗൈസ് കുഞ്ഞ്. പിന്നെ ഞാൻ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷുക്കറി. അല്ല കുഞ്ഞോനെ ഞാൻ ഇവിടെ വിഷുക്കണി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് അവതാരങ്ങൾ. ഇതൊന്നും ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക്. എന്താ വെച്ചാൽ പിന്നെ ഇതിന്റെ ഫുൾ വീഡിയോ ചാനൽ വരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും പോയി കാണണം ഗൈസ്. എന്റെ കുഞ്ഞ് ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നാളെ എന്നെ കൊട്ടി നോക്കി കുഞ്ഞികൃഷ്ണനാവും. കുഞ്ഞികൃഷ്ണന്റെ ഒരു ലുക്കില്ലേ എന്റെ കുട്ടീനെ. ഈ കുഞ്ഞികൃഷ്ണന് ഭയങ്കര ദേഷ്യണ്ട്. എന്താന്ന് വെച്ചാൽ ഞാനാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര ദേഷ്യം. കുട്ടിയുടെ വിഷുക്കോടിയാണിത്. നിങ്ങക്ക് തോന്നുന്നുണ്ടാവോ ഞാൻ വിഷുക്കോടി കാണിക്കുന്നു കുട്ടിയുടെ? അതുകൊണ്ട് ഇതല്ല എന്റെ കുട്ടിയുടെ വിഷുക്കോടി. ഇത് കുട്ടീനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ. കുട്ടീനെ പെൺകുട്ടിയാക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് വേണം എൻ്റെ കുട്ടീനെ പെൺകുട്ടിയാക്കാൻ. എന്നാലും എൻ്റെ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കുട്ടിക്ക് മാരകമായ രോഗങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, എൻ്റെ കുട്ടി വിധവയാണ്. വിധവ നടക്കണു. അടി അറിയാം. ശരിക്കാൻ്റെ കുഞ്ഞാവയ്ക്ക് തരില്ല, ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാവർക്കും കൊടുക്കും. പിന്നെ എൻ്റെ അമ്മ വിഷു സ്പെഷ്യൽ അല്ല, എന്നാലും വിഷുവിന് എൻ്റെ അമ്മ സ്പെഷ്യലായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഗായ്സ്. ഞാൻ കാണിച്ചത് ഇതാണ് നമ്മളുടെ എന്നൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ ഉണ്ണിയപ്പം. നല്ല മീൻസ് നല്ല ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഗൈസ്. എൻ്റെ കുട്ടിക്കുള്ള ഉമ്മ തരാം. പക്ഷെ എൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റാത്തോണ്ടാ. ഇതൊന്നും ഞാനിപ്പോ രണ്ടെണ്ണം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കഴിക്കില്ല, നാളെ വിഷുവിന് കഴിക്കുള്ളൂ അല്ലേ. എൻ്റെ കുട്ടിക്ക് കൊതിയിരിക്കുന്ന ഗൈസ്. കുട്ടിക്കുള്ള പാപ്പാണ് വെച്ചിട്ട് ഇപ്പൊ ഹലോ ചോദിച്ചല്ല, അപ്പൊ തരിയിരിക്കും കുഞ്ഞ. ഹലോ തന്നെ. ഹലോ അറ്റോ, ഹലോ അറ്റോ കേട്ടില്ല. ഹലോ വേണ്ട. അപ്പൊ ഗൈസ് ഞാൻ വേഗം പോയിട്ട് വിഷു ഇരിക്കട്ടെ. പിന്നെ എന്റെ ഫുൾ വീഡിയോ എന്റെ ചാനൽ വരുന്നതായിരിക്കും.